ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ആൾക്കാരെ കാണാതെയായി. എന്തായിരിക്കും ഈ ആൾക്കാർക്ക് സംഭവിച്ചത്? ഇതൊരു സിനിമയല്ല, രാജസ്ഥാനിലെ കുൽധാര എന്ന യഥാർത്ഥ ഗ്രാമത്തിന്റെ കഥയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദുരൂഹമായ ഒരു ഗ്രാമത്തിലേക്കാണ്. ജയ്സൽമീർ നഗരത്തിൽ നിന്ന് കുറച്ചു ദൂരെയാണ് ഈ നിശബ്ദമായി നിൽക്കുന്ന പ്രേത നഗരമെന്നറിയപ്പെടുന്ന കുൽധാര വില്ലേജ്. ഇവിടെയാണ് ഞാനിന്നുള്ളത്. ഇവിടെ വീടുകളുണ്ട്, വഴികളുണ്ട്, ക്ഷേത്രമുണ്ട്, പക്ഷെ മനുഷ്യരാരുമില്ല. വന്നാൽ തന്നെ നമുക്ക് പേടിയാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇത് 300 വർഷമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമമാണ്. പക്ഷെ ഒരു കാലത്ത് കുൽധാര വില്ലേജ് അങ്ങനെയായിരുന്നില്ല. ഇത് സമൃദ്ധമായ ഒരു ഗ്രാമമായിരുന്നു. കൃഷി, വെള്ളം, വ്യാപാരം എല്ലാം ഉണ്ടായിരുന്നു. പലിവാൽ ബ്രാഹ്മണരാണ് ഇവിടെ താമസിച്ചിരുന്നത്. ബുദ്ധിമാന്മാരും സമാധാനപ്രിയരുമായ ജനങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ കഥയിലേക്കൊരു വില്ലൻ കടന്നു വരുന്നത്. ജയ്സൽമീറിലെ ശക്തനായ മന്ത്രി സലീം സിംഗ്. അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് എത്തുകയും ഗ്രാമത്തിലെ സുന്ദരിയായ ഒരു പെണ്ണിനെ നോട്ടമിടുകയും വിവാഹം കഴിക്കണമെന്ന് ഗ്രാമത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഗ്രാമത്തിന് മുകളിൽ ഭീകരമായ നികുതിയും ശിക്ഷയും ചുമത്തും. ഇതായിരുന്നു അയാളുടെ കണ്ടീഷൻ. ഗ്രാമവാസികൾക്ക് 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ മാനം നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ഗ്രാമം വിട്ടു പോകുക. അവിടെ നിന്നാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ തീരുമാനങ്ങളിൽ ഒന്നുണ്ടായത്. ആ രാത്രി ആരും ശബ്ദം കേട്ടില്ല, കരച്ചിലില്ല, കലാപമില്ല. പക്ഷേ അടുത്ത ദിവസം കുൽധാര പൂർണ്ണമായും ശൂന്യമാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഗ്രാമത്തിൽ കാണാനില്ല. ഗ്രാമം വിട്ടു പോകുമ്പോൾ പലിവാൽ ബ്രാഹ്മണർ ഒരു ശാപം നൽകി എന്നതാണ് വിശ്വാസം. ഇവിടെ ഇനി ഒരാളും സന്തോഷത്തോടെ ജീവിക്കില്ല എന്ന്. ശരിക്കും അതുതന്നെയാണോ സത്യം? രാത്രിയിൽ ഇവിടെ കയറുന്നവർ പറയുന്നത് കാലടി ശബ്ദങ്ങൾ, നിഴലുകൾ, കരച്ചിലുകൾ, അങ്ങനെ പലതരം ശബ്ദങ്ങൾ. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ പോലും സന്ധ്യയ്ക്ക് ശേഷം ഇവിടെ താമസിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം അവർക്ക് പോലും അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. രാത്രിയിൽ ആരും തന്നെ വരാൻ പേടിക്കുന്ന ഒരു സ്ഥലമാണ് കുൽധാര വില്ലേജ്. ചില ചരിത്രകാരന്മാർ പറയുന്നു വെള്ളക്ഷാമവും നികുതിയും കാരണം ഗ്രാമം ഉപേക്ഷിച്ചു പോയതാകാമെന്ന്. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ സാധനങ്ങൾ പോലും എടുക്കാതെ പോയി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ ശരിക്കും? കുൽധാര ഒരു ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല. അത് മാനം, ഐക്യം, ഒറ്റ തീരുമാനത്തിന്റെ ശക്തി എന്നതിൻ്റെയൊക്കെ ഉദാഹരണമാണ്. ഇന്നിപ്പോൾ ഇവിടെ ഈ കല്ലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ ആ രാത്രിയുടെ രഹസ്യം ഇന്നും ഈ മരുഭൂമിയിൽ മൂടൽ മഞ്ഞായി തങ്ങി നിൽക്കുന്നു. എന്തായിരിക്കും ആയിരക്കണക്കിന് ആൾക്കാർക്ക് സംഭവിച്ചത്? എന്തായിരിക്കും ഇവിടെ നടന്നത്? ഒന്നും തന്നെ ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത കാര്യങ്ങളാണ്. ഇന്നിത് പകൽ വെളിച്ചത്തിൽ ജയ്സൽമീറിലെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് പകൽ വെളിച്ചത്തിൽ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാത്രി സമയത്ത് ആരും തന്നെ ഇങ്ങോട്ട് വരില്ല. ഗവൺമെന്റ് ബാൻ ചെയ്തേക്കെയാണ് രാത്രി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞ്. രാജസ്ഥാനിലേക്കൊക്കെ വരുന്നവർ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് ജയ്സൽമീറും ജയ്സൽമീറിലെ കുൽധാര വില്ലേജൊക്കെ. അപ്പം ഞാൻ വന്നത് രാജസ്ഥാൻ റോയൽ ഹോളിഡേയ്സിനൊപ്പമാണ് രാജസ്ഥാൻ കാണാൻ എത്തിയത്. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു മികച്ച പാക്കേജിനായി രാജസ്ഥാൻ റോയൽ ഹോളിഡേയ്സിനെ വിളിക്കാൻ മറക്കണ്ട.